ഓ മനോഹരനായ ഈശോയെ, ഞങ്ങളെ വീണ്ടും രക്ഷിക്കുന്നതിന് അവിടുന്ന് സഹിച്ച എല്ലാ പാടുപീടുകൾക്കും എളിമയോടെ അങ്ങേ തൃപാദത്തിങ്കൽ മുട്ടുകുത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിലെ ദൈവദൂതന്മാരോടൊന്നിച്ച് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുകയും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയെ അറിയാത്തവർക്ക് വേണ്ടിയും അങ്ങയെ വിസ്മരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ലോകത്തിലുള്ള എല്ലാ സക്രാരികളിലും ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവവും സഹായിയും സംരക്ഷകനുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്. അക്കാര്യം ഉച്ചസ്ഥരം എവിടെയും പ്രഖ്യാപിക്കാൻ ഞങ്ങൾ മടിക്കുകയില്ല. ഈ തിരുസ്വരൂപം വഴി അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന പരസ്നേഹ വിചാരങ്ങളെയും അത്ഭുത സിദ്ധികളെയും കുറിച്ച് എന്നും ഞങ്ങൾ പ്രകീർത്തിക്കുന്നുണ്ട്. അവിടുത്തെ മനോഹര ദിവ്യജനനിയും വിശുദ്ധ ഔസേപ്പും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവിടുത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന സ്നേഹവും സമാധാനവും ഞങ്ങളിലും ഇറങ്ങുകയും എക്കാലവും എല്ലാ ജാതികളിലും വാഴുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നെന്നും ജീവിക്കുന്നവനും വാഴുന്നവനുമായ ഈശോയെ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.